ചൂലിന് എന്നാ കൊച്ചേ വില? 30 രൂപയുള്ള ചേച്ചി, നല്ല ചൂല. 30 രൂപയോ? അതിച്ചിരി കൂടുതലാണല്ലോ. അതിനുള്ള ഒന്നും ഇല്ലല്ലോ ഇതിൽ. ചേച്ചി 2 രൂപ കുറച്ച് തന്നാ മതി, ഞങ്ങള് കഷ്ടപ്പെട്ടല്ലേ ഉണ്ടാക്കുന്നത്. ഞങ്ങളും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാ. 20 രൂപയ്ക്കാണെങ്കിൽ ഞാൻ 2 എണ്ണം എടുത്തോളാം. അയ്യോ ചേച്ചി, 20 രൂപയ്ക്ക് തന്നാ മുതലാവില്ല. ചേച്ചി ഒരു 25 രൂപ തന്നാ മതി. 25 രൂപയോ? അതിച്ചിരി കൂടുതലാ. എനിക്ക് വേണ്ട ചൂല്. ചൂല എന്താ മോളെ വില? 30 രൂപയുള്ള ചേട്ടാ, നല്ല ചൂല. 30 രൂപ. ഒരു 25 രൂപയ്ക്കാണ് ചേട്ടൻ മൊത്തം എടുത്തോളാം. എന്തു പറയുന്നു? ഇതുവരെ ഒന്നും വിറ്റുപോയിട്ടില്ല. എന്തിനാ ചേട്ടാ ചേട്ടൻ ഇത്രയും ചൂല്? ടൗണിൽ സൂപ്പർ മാർക്കറ്റ് കൊടുക്കാനാ മോളെ. നാളെയും ചൂലുണ്ടേ കൊണ്ടുവരെ, ഞാൻ മൊത്തം എടുത്തോളാം. ശരി മോളെ. അന്നന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി വഴിയരികിൽ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവരോട് വില പേശുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. എന്നാൽ അതേ സാധനം പായ്ക്ക് ചെയ്ത് ഒരു വലിയ വിലയുടെ ടാഗുമിട്ട് വലിയ കടകളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഒരു വിലപേശലും കൂടാതെ നമ്മൾ വാങ്ങുന്നു. ബിവറേജസ് ഷോപ്പുകളിലൊന്നും യാതൊരു വിലപേശലും ആർക്കുമില്ല, പരാതിയുമില്ല. ഇനിയെങ്കിലും വഴിയരികിലുള്ള ചെറു കച്ചവടക്കാരോട് വിലപേശാൻ തോന്നുമ്പോൾ ഒന്നുകൂടി ആലോചിക്കുക. അവർ കച്ചവടം ചെയ്യുന്നത് ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാനോ സമ്പത്ത് വർദ്ധിപ്പിക്കാനോ അല്ല, മറിച്ച് അവരുടെ അന്നന്നത്തെ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം.